മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കേസിൽ LDFിൽ കൂട്ടയടി. രണ്ട് തട്ടിലാണ് നേതാക്കൾ. എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് LDFിന്റെ കേസല്ലെന്ന് തുറന്നടിച്ച് ബിനോയ് വിശ്വം. പിണറായി വിജയന്റെ കുടുംബത്തിലെത്തിയത് അഴിമതി പണമെന്നും കോടതി ചാരിയുള്ള മൗനം അവസാനിപ്പിക്കണമെന്നും ആഞ്ഞടിച്ച് മാത്യു കുഴൽനാടൻ. രാജഭരണം പോലെ മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നുവെന്ന് വിമർശിച്ച് CP രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും മാസപ്പടി കേസിൽ ഇരട്ട പ്രഹരമാണ് മുഖ്യമന്ത്രിക്കും CPMനും സംസ്ഥാന സർക്കാരിനും. CMRL കേസിൽ SFIO കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ച് കോടതി വീണയ്ക്കും കർത്തയ്ക്കും സമൻസ് അയക്കും. ഏതായാലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒപ്പം നിൽക്കുമെന്നും മകളുടെ കാര്യത്തിൽ പിന്തുണയില്ലെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കിയതോടെ വെട്ടിലായിരിക്കുകയാണ് പിണറായിയും CPMും. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുക തന്നെയാണ്. അതേസമയം വീണ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യമെന്നൊക്കെയാണ് MV ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേസും ആവിയാകുമെന്നൊക്കെ MV ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങൾ CPMന് ചോദ്യങ്ങളായിരിക്കുമെന്ന് വ്യക്തം. ഏതായാലും മാസപ്പടി കേസിൽ മുന്നണിയിൽ ഭിന്നത മറന്നേക്ക് പുറത്തു വന്നിരിക്കുക തന്നെയാണ്. ലക്ഷ്യം മുഖ്യമന്ത്രി എന്ന് CPM പറയുമ്പോൾ LDFിന്റെ കേസല്ല എന്ന CPI നിലപാട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടുണ്ട്. MA ബേബി പ്രതീകങ്ങളായി കാണുന്ന CPM നേതാക്കളിൽ കാരണഭൂതൻ ഇല്ല എന്ന. ഏതായാലും SFIO റിപ്പോർട്ടിൽ മതിയായ തെളിവുകളുണ്ട്. കമ്പനി നിയമത്തിലെ 3 വകുപ്പുകൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. CMRL എക്സാലോജിക് കരാറിൽ കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. CMRL എക്സാലോജിക് കരാറിലെ SFIO റിപ്പോർട്ടിൽ കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുണ്ടെന്ന് കോടതി. കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കുന്നു. വഞ്ചന, തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. SFIയുടെ കുറ്റപത്രം സ്വീകരിച്ചുകൊണ്ട് കോടതി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ചർച്ചയാവുകയാണ്. കമ്പനി നിയമത്തിലെ 628 വകുപ്പ് കോടതി റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കി. ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച കുറ്റമാണ് വിചാരണ കോടതി ഒഴിവാക്കിയത്. തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിചാരണ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ലെന്നും കോടതി പറയുന്നു. വിചാരണ കമ്പനി നിയമത്തിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ്. SFIO കംപ്ലൈന്റ് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. SFIO കോടതിയിൽ നൽകിയത് അന്തിമ അന്വേഷണ റിപ്പോർട്ടാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്ന പ്രക്രിയയാണ് അടുത്തതായി നടക്കാനുള്ളത്. അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം. കേസിന് നമ്പർ ഇടുകയാണ് ആദ്യം ചെയ്യുക. ശേഷം 1-ാം പ്രതി ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതി വീണ വിജയൻ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. 11 പ്രതികൾക്കും എതിരായ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നുള്ള കോടതിയുടെ വിലയിരുത്തൽ SFIO നീക്കങ്ങൾക്ക് കരുത്തു പകരും. പ്രമുഖ സ്വകാര്യ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാസപ്പടി വാങ്ങിയെന്ന കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യപ്രതികളിൽ ഒരാളായ മകൾ വീണയ്ക്കും ഇരട്ട പ്രഹരം. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനി മേധാവിയായ വീണയ്ക്കെതിരെ കേസെടുത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതാണ് 1-ാമത്തെ തിരിച്ചടി. മാസപ്പടി കേസിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതാണ് 2-ാമത്തെ തിരിച്ചടി. മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അച്ഛനെയും മകളെയും പ്രതിരോധിക്കാൻ CPM നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നതിനിടെയാണ് കോടതിയുടെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിനെത്തിയ വീണയും അമ്മയും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചർച്ചകൾ സജീവമാകുമ്പോൾ ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയെങ്കിലും ഉത്തരവ് വീണയ്ക്ക് ബാധകമാണ്. കേസിൽ അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കെ എങ്ങനെയാണ് തുടർ നടപടികൾ തടയാനാവുക എന്നാണ് ഡൽഹി ഹൈക്കോടതി ചോദിച്ചത്. കോടതികളിൽ നിന്നും കഴിയുന്നതും പ്രതികൂല വിധിയുണ്ടാകാതെ നോക്കുക, അല്ലെങ്കിൽ കേസ് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്ന തന്ത്രമാണ് എക്സാലോജിക്കും CMRLും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഇരു കമ്പനികളും തമ്മിൽ ഗൾഫിലെ ഒരു ബാങ്കിൽ പണമിടപാടുകൾ നടന്നതായി SFIO കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇതാണ് ED അന്വേഷണത്തിന് വഴിവെച്ചിരിക്കുന്നത്. ED അന്വേഷണത്തിന് പിന്നാലെ CBIയും കേസിൽ അന്വേഷണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ സംഭവിച്ചാൽ പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരികയെന്ന് പ്രവചിക്കാനാകില്ല എന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. മാസപ്പടി കേസിൽ കോടതിയെ ചാരിയുള്ള മുഖ്യമന്ത്രിയുടെ മൗനം അവസാനിപ്പിക്കണമെന്ന മാത്യു കുഴൽനാടൻ. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടായിരുന്നുവെന്നാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ വാദം. ഇപ്പോൾ ഒന്നും പറയാനില്ലാത്തതിനാൽ മൗനത്തിലായെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. CMRL കമ്പനി ഇടപാടിലൂടെ വീണ വിജയൻ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും
ED അന്വേഷണത്തിനുള്ള കുറ്റകൃത്യമുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. കോടതിയെ ചാരിയുള്ള മുഖ്യമന്ത്രിയുടെ മൗനം അദ്ദേഹത്തിനും CPM-നും മറുപടിയില്ലാത്തതുകൊണ്ടാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണെന്നും നികുതി നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നൊക്കെയാണ് എല്ലാ ഘട്ടങ്ങളിലും CPM സ്വീകരിച്ചിരുന്ന നിലപാട്. ഇപ്പോൾ കോടതി നടപടികളും അന്വേഷണവും ഒക്കെ നടക്കുമ്പോഴും വീണ വിജയന്റെയോ എക്സാലോജിക് എന്ന കമ്പനിയുടെയോ ഒരു വിശദീകരണവും കേൾക്കാതെയാണ് ഇപ്പോഴുള്ള നടപടിയെന്ന് പറഞ്ഞു. വീണ വിജയനെയും എക്സാലോജിക്കിനെയും പണം കൊടുത്ത CMRL-നെയും CMRL-ന്റെ ഉദ്യോഗസ്ഥരെയും കേട്ടതിന് ശേഷമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കോടതിയിൽ SFIO ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി രാജ്യത്തെ കമ്പനി നിയമങ്ങളുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അനധികൃതമായി കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടിയായി പണം കൈപ്പറ്റിയിരിക്കുന്നുവെന്ന് കുറ്റപത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ കഴിയുക എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കില്ലെന്നും കുന്തമുന ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ കുടുംബത്തിലെത്തിയത് അഴിമതി പണവും കള്ളപ്പണവുമാണ്. കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ നടത്തിയ പരിശ്രമം ED അന്വേഷിക്കേണ്ട ഷെഡ്യൂൾഡ് ഒഫൻസിന്റെ പട്ടികയിൽ വരുന്നതാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിലാണ് തങ്ങിയത്. ഉദ്ഘാടനത്തിന് പുറത്തേക്കിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി ഓടിയെത്തിയത്. CMRL കേസിൽ വീണ വിജയനെതിരെ SFIO നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മാസപ്പടി കേസിൽ LDF മുന്നണിയിൽ ഭിന്നത. ലക്ഷ്യം മുഖ്യമന്ത്രി എന്ന CPM, LDF-ന്റെ കേസല്ലെന്ന് CPI. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കേസ് LDF-ന്റെ കേസല്ലെന്നാണ് CPI അതിശക്തമായി വ്യക്തമാക്കിയിരിക്കുന്നത്. മാസപ്പടി കേസിനെ ചൊല്ലി LDF-ൽ കൂട്ടയടി തുടരുകയാണ്. വീണ വിജയനെതിരായ കേസിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി എന്ന CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് തള്ളി CPI. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കേസ് LDF-ന്റെ കേസല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. CMRL-ൽ നിന്ന് സേവനം നൽകാതെ 2,70,00,000 രൂപ വീണയും എക്സാലോജിക്കും കൈപ്പറ്റിയെന്ന SFIO കുറ്റപത്രം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കവചമൊരുക്കുകയാണ് CPM. എന്നാൽ വീണയ്ക്കായി കേസ് വാദിക്കാൻ ഒപ്പമില്ലെന്ന് CPM-നോട് വ്യക്തമാക്കുകയാണ് CPI. സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾക്ക് ശേഷം ആലോചിച്ചുറപ്പിച്ചാണ് വീണ പണം വാങ്ങിയ കേസ് LDF-ന്റേതല്ലെന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയത്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കുത്തിക്കലർത്തിയാൽ പ്രതിരോധിക്കുമെന്ന് CPI പറയുന്നു. വീണയ്ക്കെതിരായ കേസും മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടാണെന്ന് CPI ഇതിലൂടെ വ്യക്തമാക്കുന്നു. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ രണ്ടും ഒന്നാണെന്ന് മനസ്സിലാകുമെന്നാണ് CPM മറുപടി പറയുന്നത്. സർക്കാർ എന്നത് മുഖ്യമന്ത്രിയിൽ മാത്രമായി ചുരുക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനവും ഉയർന്നു. ഇത് പിണറായിയുടേതല്ല, LDF-ന്റെ സർക്കാർ എന്ന് CPI ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ആ ആൾക്കെതിരെ ആക്രമണം ഉണ്ടാകാം. ഇത് പിണറായി സർക്കാർ അല്ല, LDF-ന്റെ സർക്കാരാണ്. അത് ഉറപ്പിക്കാൻ CPI നേതൃത്വം ഇടപെടണമെന്ന ആവശ്യമാണ് യോഗത്തിലുണ്ടായത്. വീണ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യമെന്നൊക്കെയാണ് പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. കേന്ദ്ര സർക്കാരും BJP-യിൽ ചേർന്ന പുത്തൻകൂറ്റുകാരും മാത്യു കുഴൽനാടനും നിരവധി മേഖലയിൽ കേസുകൾ നൽകി. 3 വിജിലൻസ് കോടതികളും ആ കേസുകൾ തള്ളി. അപ്പീൽ നൽകി ഹൈക്കോടതിയിലെത്തിയപ്പോൾ അവിടെയും നിരാകരിക്കപ്പെട്ടു. കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവുമില്ല. കോടതി വിധി വരുന്നതിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിന്റെ തുടർച്ചയായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയതുപോലെ കേരളത്തിൽ പുതിയ BJP പ്രസിഡന്റ് കൂടി രംഗത്ത് വന്ന അവസരം കൂടി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ പൊലിപ്പിച്ചെടുക്കാനാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ശ്രമിക്കുന്നത് എന്നാണ് ഗോവിന്ദന്റെ ആരോപണം. സ്വർണ്ണ കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കള്ളക്കഥകളുമായി രംഗത്ത് വന്നവർ ഉന്നയിച്ച ആരോപണങ്ങൾ എങ്ങനെയാണോ അവസാനം ഇല്ലാതായത്, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുയർന്ന ഈ കാര്യവും ആവിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ രാജഭരണം പോലെ മുഖ്യമന്ത്രി മാത്രം ഉയർത്തിക്കാട്ടുന്നു എന്ന് വിമർശിച്ച് പ്രധാന ഘടകകക്ഷിയായ CPI തന്നെ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങൾ CPM-നും സർക്കാരിനും പിണറായിക്കും കൂടുതൽ ചോദ്യങ്ങൾ. ഇടതുമുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന CPI സംസ്ഥാന കൗൺസിലിലെ രൂക്ഷ വിമർശനം തിരിച്ചടിയായി മാറും CPM-ന്. മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ആഘോഷങ്ങളിലേക്ക് പോകുന്നതാണ് വിമർശനത്തിനിടയാക്കിയത്. ആഘോഷത്തിനുള്ള പന്തലിൽ പോലും ആർഭാടമെന്നാണ് വിമർശനം. 3ാം തവണ തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണി പ്രവർത്തിക്കുന്നത് രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പോലെയെന്ന കടുത്ത ഭാഷയിലാണ് CPI പറയുന്നത്. പാലക്കാട് മദ്യനിർമ്മാണ പ്ലാന്റിൽ ഉൾപ്പെടെ CPIയുടെ വാദങ്ങൾ CPM തള്ളിയതാണ് പ്രകോപനത്തിന് കാരണം. കൂട്ടുകക്ഷി ഭരണമാണെന്ന് CPM മറക്കുന്നുവെന്നും മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നുവെന്നുമാണ് വിമർശനം. സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഘടകകക്ഷി മന്ത്രിമാരെ പൂർണ്ണമായും അവഗണിച്ചു എന്ന വികാരം CPIക്കുണ്ട്.
4ാം വാർഷികം ചെലവ് ഭീമമെന്നും വിമർശനമുണ്ടായി. വാർഷികാഘോഷങ്ങൾക്ക് ഇത്രയും ചെലവ് എന്തിനെന്നും പന്തൽ പോലും ആർഭാടമാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അവിടം കൊണ്ട് തീർന്നില്ല. കേരളത്തിൽ CPM-ന് വ്യക്തി കേന്ദ്രീകൃതമാവില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറയുകയാണ്. ഇത് പാർട്ടി തത്വമാണ്. എന്നാൽ ചില നേതാക്കൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ടും സംഭാവനകൾ കൊണ്ടും ത്യാഗങ്ങൾ കൊണ്ടും പ്രതീകങ്ങളായി മാറും. EMS നായനാർ, ഗൗരിയമ്മ, അച്യുതാനന്ദൻ തുടങ്ങിയവർ അത്തരം നേതാക്കളാണ്. EMS-നെ പോലൊരു ജനകീയ നേതാവ് ഉണ്ടാകാൻ പാടില്ലെന്ന് ശഠിക്കാനാകില്ലെന്നും കൊല്ലത്ത് ബേബി പറഞ്ഞു. എന്നാൽ പ്രതീകങ്ങളായ ജനകീയ നേതാക്കളുടെ പട്ടികയിൽ കേരളത്തിന്റെ CPM-ന്റെ ഭരണ തുടർച്ചയ്ക്ക് കാരണഭൂതനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിണറായി വിജയനെ ബേബി ഉൾപ്പെടുത്തിയില്ല എന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. മൺമറഞ്ഞ നേതാക്കളെയാണ് ബേബി പരാമർശിക്കാൻ താല്പര്യപ്പെട്ടതെന്ന് പറയാനുമാകില്ല. ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദനെ ബേബി ഉൾപ്പെടുത്തി. ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അച്യുതാനന്ദനെ വീട്ടിൽ ചെന്ന് കാണുകയും ചെയ്തു. കേരളത്തിൽ പാർട്ടിക്ക് വ്യക്തി കേന്ദ്രീകൃതമാവില്ലെന്ന പരാമർശവും പിണറായിയെ കൊള്ളിച്ചാണെന്നും വ്യാഖ്യാനിക്കാം.